ഇനി മേലെന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താക്കാരം പ്രശ്നം ഉണ്ടാക്കാം. അത് സെറ്റപ്പാണ് അറിയാം. അപ്പൊ അടിയിന്ന് തോണ്ടിയാണ്ട് ഞാൻ അങ്ങനെ ഒരു 2 സെക്കൻഡ് ആൾക്കാർ പറയുമ്പോൾ 2 സെക്കൻഡ് അവിടെ നിന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ ആൾക്കാർ ഇപ്പൊ പറയണത് ഇത് നിയമവിരുദ്ധമായിട്ട് ചെയ്ത പരിപാടിയാണ് എന്നൊക്കെ പുതുതായിട്ട് വരുന്നതാണ് വീഡിയോസ്. സംഗതി നിയമവിരുദ്ധം തന്നെയാണ്. കാരണം ഇവിടെ ട്രോളുകൾ വന്നിട്ടുണ്ട്, പക്ഷെ കള്ളെന്നുള്ള പേര് മാത്രം വന്നിട്ടില്ല. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ഈ എടുക്കാൻ പറഞ്ഞ ആൾക്കാരൊന്നും എന്താണ് പുറത്തു വന്ന് പറയാത്തത്? അവിടെ ഉള്ള ആൾക്കാർ എന്താണ് ഇപ്പൊ കുഞ്ഞാൻ ചെയ്തതിനെ പറ്റി എന്താ പറയാത്തത്? അവിടുത്തെ ആൾക്കാർ നമുക്ക് ഇതുവരെ കുഞ്ഞാൻ ഇങ്ങനെ ഇതെടുക്കുന്നുണ്ട്, പക്ഷെ ഈ താഴേന്നാണ് ഇത് വലിച്ചെടുക്കുന്നത്. അതെന്തുകൊണ്ട് താഴേന്ന് എടുക്കുന്നതെന്നുള്ളൊരു ചോദ്യം. ഞാൻ പൈസ വാങ്ങിയാണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്, അല്ല ഞാൻ ഫ്രീ ആയിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തിട്ടില്ല. പറ്റിയെന്ന് പറഞ്ഞ് കർണാടകയിൽ പോയി ചെയ്തതാണോ? എന്താ കർണാടകയിൽ ഇത് ലീഗലാണെന്ന് പറഞ്ഞാണോ ചെയ്തത്? അവിടെ എന്തോ ഇത് എവിടെ ലീഗൽ? ഇത് ഈ പ്രൈവറ്റ് ലോട്ടറി എവിടെ ലീഗല്? ആ ലീഗലായിട്ടൊന്ന് കാണിച്ചു തരണേ. നിങ്ങൾ ഇത്ര ലീഗലായിട്ട് ചെയ്ത കാര്യമാണെന്ന്. ഇനി ഇതിന്റെ കേസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. കേസിനെ പറ്റി ചോദിക്കുമ്പോഴാണ് കുഞ്ഞിക്കാന്റെ തെന്നിപ്പോക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാണ്ടിക്കാട് കുഞ്ഞൻ ഉൾപ്പെടെ കുറച്ചധികം ജനങ്ങൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ പച്ചയായിട്ടങ്ങ് പറ്റിച്ച്, ഞാൻ ആ വ്യക്തമായ വീഡിയോ സഹിതമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്നും അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നുള്ള രീതിയെക്കുറിച്ച്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു വ്യക്തിയെ കാണത്തുള്ളൂ ഇതുപോലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നടിച്ച് പ്രസന്റ് ചെയ്യുന്നതും. അത് എത്ര അധികം ആൾക്കാരുള്ള സ്ഥലമാണെങ്കിലും അദ്ദേഹത്തിന്റെ നേച്ചർ വിടാതെ യാതൊരുവിധ കളിക്കും മുന്നോട്ട് നിൽക്കാത്തൊരു വ്യക്തി തന്നെയാണ്. ഓക്കെ, പക്ഷെ ഈ ഒരു ഇന്റർവ്യൂവിനകത്തും ഇതിനകത്ത് ഈ ഇന്റർവ്യൂ എടുക്കുന്ന വ്യക്തികൾ അങ്ങോട്ട് ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികൾ അദ്ദേഹം എങ്ങനെയാണ് കൊടുക്കുന്നതെന്നും അത് കൃത്യമായിട്ട് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ പൊളിച്ച് നിങ്ങൾക്ക് തരും. കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്നും ആ ചോദിക്കുന്ന ചോദ്യത്തിനിടയിൽ കൂടെ അദ്ദേഹം വഴിതിരിച്ചു വിടുന്നുണ്ട് പല കാര്യങ്ങൾ, വഴിതിരിച്ചു വിടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ. ഈ പറയുന്ന ഈ ഫേക്ക് ലോട്ടറി എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വിറ്റതാ. എന്നിട്ട് ഇത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹത്തിന് അറിയാം. എന്നിട്ടും അത് എങ്ങനെയാണ് വീണ്ടും ഇതിന്റെ പുറത്ത് കിടന്ന് ഉരുണ്ട് കളിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയ്ക്കും ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം അദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിന്ന് കൃത്യമായിട്ട് വരേണ്ടത് തന്നെയാണ്. അതിനിപ്പോ എന്താണെന്നറിയത്തില്ല. നമ്മൾ ചെയ്ത കാര്യം സത്യസന്ധമായ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷേപമോ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം നമുക്ക് അവിടെ മറച്ചു വെക്കാനൊന്നുമില്ല, നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാനൊന്നുമില്ല, നമുക്ക് അതിനകത്ത് പറഞ്ഞാരെയും ഫലിപ്പിക്കാനൊന്നുമില്ല. പ്രോപ്പർ തെളിവുകൾ അപ്പം നിങ്ങൾക്ക് അടുത്ത് നിരത്തി പറയാവുന്ന കാര്യമുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ട് ഇതിനെതിരെ പല ചോദ്യങ്ങളുമായിട്ട് ഉന്നയിച്ച് വരുത്തതുമില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹൈദർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയും ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ടിക്ടോക്ക് വീഡിയോയെ കുറിച്ച്. അതായത് ഇവരെ കൃത്യമായിട്ട് അറിയാവുന്ന ഇവരുടെ ആ ഒരു ചിതല എന്ന് പറയുന്ന സ്ഥലത്തുള്ള വ്യക്തികളെ കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു കമന്റാണ് എന്റെ ആ ഒരു കഴിഞ്ഞ വീഡിയോയുടെ താഴെ വന്നത്. ഈ കമന്റ് വായിച്ചിട്ട് ഞാൻ ഈ വീഡിയോയും അതിന്റെ തെളിവും സഹിതം കാണിക്കാം. ഈ കമന്റ് ഞാനെന്ന് പറയാം. ഷമീർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്റെ വീഡിയോയുടെ താഴെ വന്നൊരു കമന്റാണിത്. ഇക്കാര്യത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ വരാൻ പറ വയനാട്ടിലെ ചിതലയം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഞാൻ വയനാട്ടുകാരൻ തന്നെയാണ്, ചിതലയം തന്നെയാണ് താമസം. എന്റെ പേര് ഷമീർ. ഈ പറഞ്ഞ ഷാഫിയുടെയും അൻവറിന്റെയും വീടിന്റെ തൊട്ടടുത്തുള്ളത്. ഈ അൻവറിന്റെ വീട് എന്നവർ ഉദ്ദേശിക്കുന്നത് അതായത് ഈ നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ വീട് ചിതലയാണല്ലോ. ആ വീടിൻ്റെതും ഈ വീട് അടിച്ചു എന്ന് അവകാശപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ ഷാഫി, ഈ ഷാഫിയുടെയും വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഞാൻ എന്റെ വീഡിയോക്കകത്തുള്ള പറഞ്ഞുള്ള കാര്യങ്ങൾ സത്യം തന്നെയാണ്. ഞാൻ പറഞ്ഞത് മാത്രമല്ല, ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ്, ആ 2 ക്യാരക്ടേഴ്സും അവിടെ പോയി തിരക്കിയ കാര്യങ്ങളും ഒരു വ്യക്തിക്ക് അറിയാവുന്ന കാര്യങ്ങളും പറഞ്ഞതെല്ലാം സത്യസന്ധമായ കാര്യമാണെന്ന് ഈ ഒരു കമന്റിലൂടെയും, അല്ലെങ്കിൽ ആ വീഡിയോയുടെ താഴെ ഏതാണ്ട് 300ഓളത്തിന് മേളിൽ കമന്റുകൾ വന്നത്. ആ കമന്റിനകത്തെല്ലാം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് പാണ്ടിക്കാട് കുഞ്ഞനോട് നമുക്ക് തോന്നിയ ഡൗട്ടുകൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് കാണാം. ഇനി മേലെന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താക്കാരം പ്രശ്നം ഉണ്ടാക്കാം. അത് സെറ്റപ്പാണ് അറിയാം. അപ്പൊ അടിയിന്ന് തോണ്ടിയാണ്ട് ഞാൻ ഇങ്ങനെ ഒരു 2 സെക്കൻഡ് ആൾക്കാർ പറയുമ്പോൾ 2 സെക്കൻഡ് അവിടെ നിന്ന് പറഞ്ഞു. പിന്നെ ഇത് ഒട്ടിച്ചെച്ചിക്കണ്, മറ്റേ ഒട്ടിച്ചെച്ചിക്കണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ഒട്ടിപ്പുമില്ല, കാര്യങ്ങളുമില്ല. കാരണം അത്രയും 100 കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു അവിടെ. 2 സെക്കൻഡാ? 2 സെക്കൻഡായിരുന്നു അതിന്റെ താഴേക്ക് നിന്നത്. ഞാൻ ആ വീഡിയോ സൈഡിൽ വെക്കുന്നുണ്ട്. 2 സെക്കൻഡാണോ നിൽക്കുന്നത് നോക്ക്. നമ്മുടെ വാട്ടർ ടാങ്ക് കഴിവാനായിട്ട് മേളിൽ നിന്ന് കൈയിട്ട് കളക്കുമല്ലോ, അങ്ങനെ ഇളക്കുന്ന കണക്ക് അങ്ങ് അതേ നമ്മൾ ഈ കൈ ഒരുപാട് അടി കൊണ്ടുവന്ന് എന്തിനായിരിക്കും? നമ്മൾ വാട്ടർ ടാങ്കിന്റെ ഏറ്റവും അടിയിൽ അഴുക്കുകൾ കളയാനായിരിക്കും. അപ്പൊ നമ്മുടെ ആവശ്യം എന്തുമായിരിക്കും? ആ ഏറ്റവും അടിയിൽ കിടക്കുന്ന അഴുക്ക് കളയുക എന്നുള്ളതല്ലേ നമ്മുടെ ആവശ്യം. അങ്ങനെ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് അടിയിലേക്ക് കുത്തി മറിയുന്നു, ഒരു കൈ കുത്തി വെച്ചോണ്ട് കുത്തി മറിയുന്നു. അതാണ് 2 സെക്കൻഡ്. നിങ്ങൾ തന്നെ ആ വീഡിയോ കാണുമ്പോൾ എണ്ണി നോക്കിയാൽ മതി. ഓക്കെ, ബാക്കി നോക്കാം. ഈ നറുക്കെടുത്തത് ഇയാളൊരു പാവം മനസ്സിലാണ്. കാരണം കടം കൊണ്ട് അയാളെ കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിക്ക് ജീവിച്ച് പോയൊരു വ്യക്തിയാണ് അയാൾ. കാരണം നല്ല ഹൈ ലെവലില്. കാരണം അയാളെ പേര് കുഞ്ഞന്റെ സൈക്കോളജിക്കൽ അപ്രോച്ച്. കാരണം ആര് വന്നാലും എന്തും
കൊടുക്കുന്ന ഒരാളാണ്. ഒരു ഭക്ഷണം ഉണ്ടാക്കിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കുക, അങ്ങനത്തെ ഒരാളാണ് അയാൾ. പക്ഷെ കടം വന്നപ്പോൾ അതേപോലെ നമ്മളോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാണ്ട് പറഞ്ഞു. പക്ഷെ നമ്മൾ പ്രൊമോഷൻ തന്നെ ചെയ്ത് നമ്മൾ ഏത് വീഡിയോ ചെയ്യണം, ഞാൻ പൈസ വാങ്ങിയാണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്, അല്ല ഞാൻ ഫ്രീ ആയിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പൈസ മേടിച്ച് തന്നെ ചെയ്തേ പറ്റൂ. കാരണം നിങ്ങൾ ഈ പറയുന്ന ഒരു ചാനലൊക്കെ നടത്തുമല്ലോ, പൈസ മേടിച്ച് തന്നെ ചെയ്യണം. അപ്പം പാവപ്പെട്ട വ്യക്തിയുടെ കൈയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഇത് പൈസ മേടിച്ചല്ലോ. കാരണം അത്രയും നാൾ നല്ല വൃത്തിയായിട്ട് നല്ല സത്യസന്ധമായിട്ട് നടന്നൊരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പൈസ മേടിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തതെന്നും പുള്ളി തന്നെ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പാവപ്പെട്ടവരാണെങ്കിലും എത്ര വയ്യാത്തവരാണെങ്കിലും ഇമ്മാതിരി ഫ്രോഡ് പരിപാടിയായിരിക്കും മുന്നോട്ട് കൊണ്ടുവരുന്നത്. അവർക്ക് കൃത്യമായിട്ടൊരു വീട് വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ ലീഗലായിട്ടുള്ള പല ഫോർമാലിറ്റീസും ഉണ്ട്, ഈവൻ ഓൺലൈനിൽ വരെ. ആ പരിപാടികൾ പോലും ഏറ്റെടുക്കാതെ ചെയ്യാതെ ഇതുപോലെ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി. കാരണം ഇതിപ്പോ പറയാനുള്ളത്, ഇദ്ദേഹം ഇനി പറഞ്ഞു വരുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്. ആ ഡയലോഗുകൾക്ക് ശേഷം ഞാൻ കൃത്യമായിട്ട് പറയാം എന്തിനിത് കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നിട്ടു, എന്തിനിതിട്ടു, അതാണ് കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടത്. അവിടെ ഉള്ള ആൾക്കാർ എന്താണ് ഇപ്പൊ കുഞ്ഞാൻ ചെയ്തതിനെ പറ്റി എന്താ പറയാത്തത്? അവിടുത്തെ ആൾക്കാർ നമുക്ക് ഇതുവരെ വിളിച്ചിട്ടോ ഈ ടിക്കറ്റ് ഇട്ട ആൾക്കാരിൽ ഏതൊരാൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ, ഈ ടിക്കറ്റ് ഇട്ട ആൾക്കാർ ഇക്കടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും ആ ഒരു സൈലൻസ് ഒക്കെ കണ്ടില്ലേ? സൈലൻസ് ഒക്കെ ഇക്കൻ സത്യം ഇങ്ങനല്ല. ഞാൻ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നത് മനസ്സിലാക്കാം, നിങ്ങൾ ഇങ്ങനല്ല, നിങ്ങളുടെ സ്വഭാവം ഇങ്ങനല്ല, നിങ്ങളുടെ നിപ്പ് ഇങ്ങനല്ല, നിങ്ങളുടെ നടപ്പ് ഇങ്ങനല്ല. നിങ്ങൾ മരണ വീട്ടിൽ വരെ കിടന്ന് ആഹ്ലാദിച്ച് ഉന്മാദിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് പരിസരബോധമില്ല, നിങ്ങൾ പരിസരം എന്തുവാന്ന് നോക്കത്തില്ല. നിങ്ങൾ ഞാനെന്ന ഒരു രീതി, ഞാനൊരു യൂട്യൂബറാണ്, ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എന്ന രീതിയിൽ തന്നെയാണ്. നിങ്ങളിപ്പോൾ മറ്റേ നമ്മുടെ മണവാളന്റെ കല്യാണത്തിനൊക്കെ പോയി കിടന്ന് കാണിച്ചിട്ടുണ്ട്, അവിടെ എത്രത്തോളം ജനങ്ങൾ ഇരിപ്പുണ്ട്. എന്നാലും എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കാൻ ഇടയുണ്ടായ കാര്യം എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പൊ നിങ്ങൾ അത്രയും അറ്റൻഷൻ വേണം, അതായത് അറ്റൻഷൻ സീക്കർ എന്ന് പറയത്തില്ല, അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ലാലേട്ടന്റെ ഒരു സിനിമയിലെ കഥകളി ഉണ്ടല്ലോ, ആ കഥകളിക്ക് കൊടുക്കുന്ന എക്സ്പ്രഷൻ ഒക്കെ പലത് ഇടുന്നത്, പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടിയല്ല വരുന്നത്. ഇതാ നോക്കിയോ വേണ്ടിട്ട് അടുത്തുനിന്ന് ആൾക്കാരോ ഈ ഹൈറ്റ് കൂടുതൽ ഉണ്ടാക്കുന്നത് മറ്റുള്ള ആൾക്കാരാണല്ലേ. ഇതിനിപ്പോ ഇത് മെയിൻ ഞാൻ പറഞ്ഞേ, ഞാൻ തപ്പി അവിടെ നിന്ന് എന്താണ് അവിടെ പശ വെച്ച് ഒട്ടിച്ചു കിടന്നു, ഇനിയിപ്പൊരു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പശ വെച്ച് ഒട്ടിച്ചു, ഇതൊക്കെ ആയി കഴിഞ്ഞാൽ കടലാസാണിത്, ഇത് സ്വാഭാവികമായിട്ട് കീറാതെ എടുക്കുന്നത് എങ്ങനെയാന്നൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എടുക്കാൻ സാധിക്കും, അതുകൊണ്ട് കീറിയാലേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നല്ല, കീറാതെയും നമുക്ക് എടുക്കാം. കാരണം അതൊരു പോസിബിലിറ്റി തന്നെയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. എടുക്കുന്ന സമയത്ത് കുഞ്ഞാൻ ഇങ്ങനെ ഇതെടുക്കുന്നുണ്ട്, പക്ഷെ ഈ താഴേന്നാണ് ഇത് വലിച്ചെടുക്കുന്നത്. അതെന്തുകൊണ്ട് താഴേന്ന് എടുക്കുന്നതെന്നുള്ളൊരു ചോദ്യമാണ്. വർത്താനം അത് നല്ല കാര്യം കേട്ടോ. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇളക്കിയപ്പോഴത്തേക്കും മൊത്തമായിട്ട് ഇളക്കണമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മൾ ഏറ്റവും മുകളിൽ ഇപ്പൊ നിങ്ങളൊരു ബിരിയാണി നമ്മൾ എങ്ങനെയായിരിക്കും ഇളക്കുന്നത്? എല്ലാവരും ആദ്യം ഇളക്കത്തില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ള എത്ര ബിരിയാണി എന്ന് നോക്കിയിട്ട് ആ ആവശ്യമുള്ള ഭാഗം മാത്രമായിരിക്കുമല്ലോ നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിനകത്തൊന്ന് മേളിൽ ഇളക്കിയിട്ട് ഏറ്റവും അടിയിൽ കൈയിട്ടിട്ട് ഒരു സാധനം എടുക്കാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് കുഞ്ഞിക്ക നിങ്ങൾ ഏറ്റവും മേളിലിട്ട് ഇളക്കിയത്? സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന ഡൗട്ട് തന്നെ ആയിരിക്കും. നമുക്കൊരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പോസിബിലിറ്റി ആ ഒരു സാധനം തന്നെ ആയിരിക്കും. ചങ്ങന്മാരെ ഞാൻ താഴത്തുനിന്ന് എടുത്തത് അത് നമ്മൾ താഴേന്ന് ഇങ്ങനെ കോരി എടുക്കാറുണ്ടല്ലോ ചെയ്തത്. നമ്മൾ സെന്ററിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയാണ്ട് പിന്നെ എന്താട്ടി അടിയിൽ കൂടി ഇങ്ങനെ പോയിക്കാണ്ട് എടുത്തു. അത്രയുള്ള ചെയ്തിട്ട് ആ വീഡിയോയിൽ ഉണ്ടല്ലോ. അല്ല, ഇപ്പൊ ആൾക്കാർ ഇപ്പൊ പറയണത് ഇത് നിയമവിരുദ്ധമായിട്ട് ചെയ്ത പരിപാടിയാണ് എന്നൊക്കെ പുതുതായിട്ട് വരുന്നതാണ് വീഡിയോസ്. സംഗതി നിയമവിരുദ്ധം തന്നെയാണ്. കാരണം ഇവിടെ നമ്മളെ കേരളത്തില് നടക്കൂല, നമ്മൾ ചെയ്ത് കർണാടക കൊടുക്കുക എന്ന് പറഞ്ഞു പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തുവാണിത്? കേരളത്തിൽ ഇത് നടക്കത്തില്ല, ഇത് കർണാടക കൊടകിലാണ് നടത്തുന്നത്. അതായത് ഇവർ ഈ ലക്കി ഡിപ്പ്, ഈ ഞറക്കെടുത്തത് ബൗണ്ടറിക്ക് അപ്പുറവും, ഈ സാധനങ്ങൾ മൊത്തം വിറ്റതും, ഈ ടിക്കറ്റിന് അവരുടെ മാർക്കറ്റിംഗ് നടത്തിയതും, ഇതിനു വേണ്ടിയിട്ടുള്ള പരിപാടി നടത്തിയതും, ഇത് ആരെടുക്കണമെന്ന് അവർ തീരുമാനിച്ചതും, ആർക്കിടയിലാണ് ഇവർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്, ഇത് മൊത്തം എവിടെയാ? നമ്മളെ പോലുള്ള നാട്ടിൽ കേരളത്തിലുള്ളവർക്ക്. അപ്പം കേരളത്തിലുള്ളവരെ അങ്ങ് പറ്റിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് കർണാടകയിൽ പോയി ചെയ്തതാണോ? എന്താ കർണാടകയിൽ ഇത് ലീഗലാണെന്ന് പറഞ്ഞാണോ ചെയ്തത്? അവിടെ എന്തോ ഇത് എവിടെ ലീഗൽ? ഇത് ഈ പ്രൈവറ്റ് ലോട്ടറി എവിടെ ലീഗല്? ആ ലീഗലായിട്ടൊന്ന് കാണിച്ചു തരണേ. നിങ്ങൾ ഇത്ര ലീഗലായിട്ട് ചെയ്ത കാര്യമാണെന്ന്. ഇനി ഇതിന്റെ കേസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. കേസിനെ പറ്റി ചോദിക്കുമ്പോഴാണ് കുഞ്ഞിക്കാന്റെ തെന്നിപ്പോക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് ലീഗലായിട്ടുള്ള പരിപാടിയൊന്നും അല്ല, ഇത് ഫേക്ക് പരിപാടിയാ. പണ്ട് IPL ഒക്കെ നടക്കുമ്പോഴത്തേന് വാതവപ്പ് നടത്തുമല്ലോ, അതുപോലൊരു ഐറ്റം ഈ സാധനം. അവർ ഈ ഓൺലൈനിൽ ചെയ്യുന്ന അതേപോലുള്ളൊരു തട്ടിപ്പാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തട്ടിപ്പിന് അങ്ങനെ വലുത് ചെറുതൊന്നുമില്ല. അണ്ണൻ പറയുന്നുണ്ട് എന്നെ കള്ളനായിട്ട് ചിത്രീകരിക്കില്ല, ഞാൻ ഒരു മോഷണമല്ലേ നടത്തിയുള്ളൂ. അങ്ങനല്ല, നിങ്ങൾ കള്ളത്തരം കാണിച്ച് മോഷണം നടത്തി ജനങ്ങൾ പിടിച്ചു.
ഈ പിടിച്ചതിനകത്ത് ഇനി കിടന്ന് ഉരുണ്ടൊന്നും കാര്യമൊന്നുമില്ല. അത് കൃത്യമായ കാര്യം തന്നെ. അല്ല എന്നുണ്ടെങ്കിൽ ഇതല്ല എന്ന് തെളിയിക്കാനുള്ള വ്യക്തമായ പ്രൂഫ് നിങ്ങൾ കാണിക്കണം. ആ ഷാഫി എന്ന് പറഞ്ഞ വ്യക്തി ടിക്കറ്റ് എടുത്തത് എങ്ങനെയാണ്, ടിക്കറ്റ് എടുത്ത് എന്റെ ഗൂഗിൾ പേ ട്രാൻസാക്ഷന്, നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിനകത്ത് ഇട്ടിട്ടുള്ള ട്രാൻസാക്ഷന് എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് കിടക്കുന്നത് ഇതല്ല എന്ന് തെളിയിക്കാനായിട്ടുള്ളത്. അതൊന്നും തെളിയിക്കാനായിട്ട് വരാതെ പല പല വാഗൊണ്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് തെളിവുകളും അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് വീണിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ടായിരിക്കും നമ്മൾ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഇനി കേസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഒരു സ്ഥലത്താണ് അവിടെ അത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്തത്. ഇവിടുന്നല്ല നമ്മൾ ചെയ്തത്. അപ്പൊ ഇപ്പൊ ഈ കേസ് വന്നാലും കേസ് ഇല്ല അവിടെ അല്ലേ? ഈ ഒരു കേസ് ഉണ്ടാവും. കേസാണ് അവിടെ ആരെങ്കിലും നീ പിന്നെ ഇതാക്കിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഏതാണെന്ന് അതങ്ങനെ കേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ കേസ് വരുന്നത്? അണ്ണൻ അറിയാം ഇത് കേസ് വരുന്ന കാര്യം തന്നെയാണ്. ഇത് അവിടെയും ലീഗൽ അല്ല എന്നറിയാം. പിന്നെ എന്തിനാ ഈ കിടന്ന് ഉരുളുന്നത്? കേസ് വരുന്ന കാര്യം തന്നെ, കംപ്ലൈന്റ് കൊടുത്ത കേസ് വരുന്ന കാര്യം തന്നെ. എനിക്ക് പറയാനുള്ളത് ഈ ടിക്കറ്റ് എടുത്ത് ഇത് അടിക്കാത്തവന്മാരെല്ലാം കൂടെ ചേർത്തിട്ട് കംപ്ലൈന്റ് കൊടുക്കുക തന്നെ വേണം. ഇതിന് സത്യാവസ്ഥ എന്തുവാന്ന് എനിക്കറിയേണ്ട ആവശ്യം വരത്തില്ല. കാരണം എന്റെ അടുത്ത് വന്നിട്ട് ഈ ടിക്കറ്റ് ഞാൻ മേടിച്ചിട്ടുമില്ല. നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാരൊന്നും മേടിച്ചിട്ടില്ല. നമുക്ക് ഇതിന് ആവശ്യവുമില്ല. ഓക്കെ, പക്ഷെ ഇത് മേടിച്ചവന്മാർക്ക് നിന്റെയൊക്കെ 1000 രൂപ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 500 രൂപയ്ക്ക് ഡെയിലി ജോലി ചെയ്യുന്ന ഒരുത്തന്റെ 2 ദിവസം ശമ്പളമായിരിക്കും ഒരു ടിക്കറ്റിന് പോയത്. അത് കണക്ക് 4 ടിക്കറ്റും 5 ടിക്കറ്റും 6 ടിക്കറ്റും മോർ ദാൻ 10 ടിക്കറ്റ് എടുത്തവരും ഉണ്ടായിരിക്കും. പൈസ ചുമ്മാ കിട്ടിയത് പുളുങ്കിരൊന്നും അല്ലല്ലോ. നിങ്ങൾ ഈ വ്യക്തിയെ വിശ്വസിച്ച് അല്ലെങ്കിൽ അവർ ചെയ്യാൻ പോകുന്ന ആ ഒരു പരിപാടിയെ വിശ്വസിച്ച് എന്തെങ്കിലും ഭാഗ്യത്തിന് ആ വീട് എനിക്ക് കിട്ടിക്കോളൂ എന്നുള്ള പ്രതീക്ഷ ചെയ്തതാണല്ലോ. അപ്പം മേടിച്ചവരും കൊടുത്തവരും ഒക്കെ ഒന്ന് ആലോചിച്ചോ ചെയ്യുക. ഞാൻ ഇന്നേ വരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. കയറാന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഹെൽമെറ്റ് ഇടാത്തതിന് അങ്ങനത്തെ കേസിന് എന്നല്ലാതെ ഇതുവരെ എന്റെ പേരിൽ പെറ്റി കേസ് വരെയല്ല. ഈ 40 വയസ്സിന് അടക്കം. എന്നാ അതിപ്പോ ഇവിടെ ആരും ചോദിച്ചില്ല. അവർ ചോദിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇതിനിപ്പോ ബന്ധപ്പെട്ട് കേസാവും, പക്ഷെ ഞാനിതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. എന്തിനാ അങ്ങനെ പറയുന്നത്? എന്നാ ഒരു വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ കൃത്യമായ ആദ്യം നിങ്ങൾ പറഞ്ഞു ഇതിനകത്ത് കേസ് ഇല്ല എന്ന് പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു കേസ് ഉണ്ടെന്ന് പറഞ്ഞു, രണ്ടാമത് കേസ് ഉണ്ടെന്ന് പറഞ്ഞ് കേസ് എടുക്കാം എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് അപ്പോഴേ സ്കിപ്പ് ചെയ്തിട്ട് എന്റെ പേര് കേസൊന്നുമില്ല, ഞാനിതുവരെ പെറ്റി കേസ് അല്ലാതെ ഒരു കേസിന് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. അതോടെ പറയേണ്ട കാര്യം എന്തുവാ? അവർ ചോദിച്ച ചോദ്യം വേറെ, പക്ഷെ അണ്ണൻ സംസാരിച്ച് സ്കിപ്പായി മാറുന്ന ചോദ്യം വേറെ, ഉത്തരം വേറെ. അപ്പം കൃത്യമായിട്ടുള്ളൊരു മറുപടി ഒന്നും അല്ല ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അല്ല, അതായത് വീട് കിട്ടിയവൻ്റെതും കാറ് കിട്ടിയവൻ്റെതും ബൈക്ക് കിട്ടിയവൻ്റെതും ആക്റ്റീവ കിട്ടിയവൻ്റെതും സ്വർണ്ണ കോയിൻ കിട്ടിയവൻ്റെതും ഇവരുടെ എല്ലാം കൂടെ വീഡിയോ എടുത്ത് വെച്ചെടുത്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിനറിയാം ഇനി അടിച്ചവന്മാരൊക്കെ മാമനും അച്ചമ്പയും കൊച്ചനും അനിയനും വല്യച്ഛനും അയൽവക്കത്തെ വാസോണനൊക്കെ ആണോ എന്നുള്ളൊരു കാര്യം കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെ. ഇത് എത്രത്തോളം സ്കാമാണ് ഇതിനകത്ത് നടന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നുമല്ല. അതിനപ്പുറം പരിപാടി ഇവർ ആസൂത്രിതമായിട്ട് ചെയ്തതാണെങ്കിൽ പോലും പക്ഷെ ഇവരുടെ പ്ലാനിങ്ങിൽ പാളിപ്പോയത് കുഞ്ഞണ്ണന്റെ ആ കൈകുത്തലിനകത്താണ്.